തരത്തിലുള്ള വിചിത്രവാദങ്ങൾ പഠിച്ച് കൃഷിയുടെ ഗതികൾ നമ്മുടെ കുട്ടികൾക്കുണ്ടാവും. കേരളം എന്ന് ഉയർത്തിപ്പിടിച്ച വിദ്യാഭ്യാസ സ്വയംഭരണാധികാരവും ശാസ്ത്രീയ ബോധവും സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ധാരണാപത്രത്തിലെ 23-ാം ക്ലാസ് പ്രകാരം ഈ പദ്ധതി പ്രയോഗിക്കുവാൻ സംസ്ഥാനത്തിന് പൂർണ്ണ അധികാരമുണ്ട്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ അജണ്ടകൾക്ക് പണയം വയ്ക്കുന്നതിനും ലഭിക്കാത്ത ഫണ്ടിന്റെ പേരിലും ജനങ്ങളെ വഞ്ചിക്കുന്നതുമായ ഈ നീക്കത്തിൽ സംസ്ഥാന സർക്കാർ പിന്മാറണം. ധാരണാപത്രത്തിലെ ക്ലോസ് ഉപയോഗിച്ച് PMC പദ്ധതി പൂർണ്ണമായും പ്രയോഗിക്കുവാൻ സർക്കാർ തയ്യാറാവണം. UDFന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പാണ് PMC പദ്ധതിയിലൂടെ പേരിൽ UDF ഇപ്പോൾ നടത്തുന്നത്. അവരുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പാണ്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉന്നയിച്ച ആക്ഷേപങ്ങളെല്ലാം സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഒരുങ്ങി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുവാൻ UDF കൂടുതലെടുക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് LDF സർക്കാരിനെയും അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും പ്രതികൂട്ടിൽ നിർത്താൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അയച്ച തുറന്ന കത്ത് ജനങ്ങളുടെ മുന്നിലുണ്ട്. PMC പദ്ധതി BJPയുമായുള്ള രഹസ്യധാരണയാണെന്നും ആരുടെ പരീക്ഷിക്കാനാണെന്നും ചോദിച്ച നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് വഴി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ഉന്നയിച്ച ആരോപണങ്ങൾ വ്യാജമായിരുന്നതാണോ അതോ ഇപ്പോൾ BJPയുമായി യഥാർത്ഥ ഡീൽ ഉണ്ടാക്കിയ UDF ആണോ എന്ന് KC വേണുഗോപാലും കോൺഗ്രസ് വ്യക്തമാക്കണം. അധികാരത്തിൽ വന്നാൽ PMC ധാരണാപത്രം അറബിക്കടലിൽ എറിയുമെന്ന് പ്രഖ്യാപിച്ച നിലവിലെ മന്ത്രി KM ഷാജിയും മുസ്ലിം ലീഗ് നേതൃത്വവും ഇതിന് എന്താണ് പറയാനുള്ളത്? യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിന് സമ്മതം